വധൂവരന്മാർക്കായി ഏറ്റവും പുതിയ ഡിസൈനുകളിലുള്ള വിവാഹ വസ്ത്രങ്ങളുടെ വലിയ കളക്ഷനുകൾ, വ്യത്യസ്തങ്ങളായ ബ്രൈഡൽ ഡിസൈനുകൾ, ബ്രൈഡൽ പർച്ചേസുകൾക്ക് നേടാം ആകർഷകമായ ഡിസ്കൗണ്ടുകൾ, എല്ലാ വെഡിംഗ് പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ. കൊപ്പം പുലാമന്തോൾ പാതയിലെ ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപത്തെ വെള്ളക്കെട്ട് പ്രശ്നത്തിന് പരിഹാരമാകുന്നു. ഇവിടെ അഴുക്കുചാൽ സംവിധാനം ഒരുക്കാൻ 50 ലക്ഷം രൂപയുടെ അനുമതി ലഭിച്ചു. ഇതേ തുടർന്ന് മുഹമ്മദ് മോഹസിൻ MLA നേതൃത്വത്തിൽ സ്ഥലത്ത് പരിശോധന നടത്തി. പട്ടാമ്പി പുലാമന്തോൾ പാതയിലെ കൊപ്പം ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപത്തെ റോഡരികിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. ഒരു മഴ പെയ്താൽ ദിവസങ്ങളോളം ഇവിടെ വെള്ളക്കെട്ട് പതിവാണ്. ഇത് വാഹനയാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും വലിയ ദുരിതമാണ് സൃഷ്ടിക്കുന്നത്. ഇതിന് പരിഹാരമായാണ് ഇപ്പോൾ ഇവിടെ അഴുക്കുചാൽ സംവിധാനം ഒരുക്കുന്നത്. ഇതിനായി നവകേരള ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപ അനുവദിച്ചതായി മുഹമ്മദ് മോഹസിൻ MLA പറഞ്ഞു. MLAയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സ്ഥലത്തെ പരിശോധനയും നടത്തി. വിശദമായ പദ്ധതി രൂപരേഖ ഉടൻ തയ്യാറാക്കും. ബസ് വേ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ഇവിടെ ആലോചിക്കുന്നുണ്ട്. ബസ് കാത്തിരിപ്പ് കേന്ദ്രവും ഇവിടെ നിർമ്മിക്കുവാനാണ് ലക്ഷ്യമിടുന്നതെന്നും MLA കൂട്ടിച്ചേർത്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T ഉണ്ണികൃഷ്ണൻ, മറ്റു പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും MLAക്കൊപ്പം ഉണ്ടായിരുന്നു. സ്ഥിരമായി വെള്ളം താഴേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത് ശാസ്ത്രീയമായിട്ട് എങ്ങനെ കുറയ്ക്കാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ച് ഒരു ഡ്രെയിനേജ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 50 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. അപ്പോൾ അത് വന്ന് നോക്കി അതിൻ്റെ ഒരു സാധ്യതകൾ കൂടി പരിശോധിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ നമുക്കറിയാം വണ്ടുന്തറയിൽ സ്ഥിരമായി ആക്സിഡന്റ് ആവുന്ന ഭാഗം, അവിടെയും അത് നവീകരിക്കാൻ വേണ്ടി കൊപ്പം പേങ്ങാട്ടിരി റോഡിലും 50 ലക്ഷം രൂപ വെച്ചിട്ടുണ്ട്. അതിന്റെയും എസ്റ്റിമേറ്റ് എടുത്ത് ഇന്ന് സർക്കാരിലേക്ക് കൊടുക്കും. ഇത് രണ്ടും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് TSഉം ടെൻഡറുമാക്കി എത്രയും വേഗം നിർമ്മാണം ആരംഭിക്കണമെന്നാണ് കരുതുന്നത്. കൊപ്പം ആശുപത്രിയുടെ ഫ്രണ്ടിലും അതോടൊപ്പം തന്നെ നമ്മുടെ വണ്ടുന്തറയിലും ഇത് രണ്ടുമാണ് ഇപ്പോൾ ഈ ഭാഗത്തുള്ളത്. അതോടൊപ്പം പട്ടാമ്പി മുതൽ കൊടുമുണ്ട ഭാഗത്തുള്ള റോഡ് നമുക്കറിയാം, നിള ഹോസ്പിറ്റൽ മുതൽ കൊടുമുണ്ട വരെയുള്ള റോഡിന്റെ ഭാഗം BC ഓവർലേ ചെയ്യാൻ വേണ്ടിയിട്ടും ടെൻഡർ കൂടി അനുവദിച്ചിട്ടുണ്ട്. അതിന്റെയും എസ്റ്റിമേറ്റ് എടുത്ത് കൊടുത്ത് വളരെ വേഗത്തിൽ അതിന്റെ മറ്റു നടപടികൾ പൂർത്തീകരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് നവകേരള ഫണ്ടിൽ. ഇതോടൊപ്പം നമ്മൾ ഇവിടെ ഒരു സാധ്യത കൂടി പരിശോധിക്കുകയാണ്. കാരണം ബസ് സ്റ്റോപ്പ് ഇല്ലാത്തതുകൊണ്ട് ജനങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ അതിനൊരു പരിഹാരം ശാശ്വതമായിട്ട് കാണാൻ കൊപ്പത്ത് കുറച്ചുകൂടെ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഒരു സാധ്യത ഉണ്ടോ എന്നുള്ളതാണ്. ആശുപത്രിയുടെ അവിടേക്ക് അല്ലെങ്കിലും ഏകദേശം അവിടെ എത്തുന്ന രീതിയിൽ ഒരു പുതിയ ബസ് സ്റ്റോപ്പിനും ബസ് സ്റ്റേയും ഒക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു സാധ്യത കൂടി പരിശോധിക്കുക എന്നുള്ളത്.